എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടകം 11 നമ്മുടെ WCSS തമിഴ്നാട് ഘടകം തുടങ്ങി വെച്ച പവിത്രമായ ഓൺലൈൻ രാമായണ പാരായണത്തിന്റെ ആത്മീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയിട്ട് 11 ദിവസമായി. അതിന് നേതൃത്വം നൽകിയ തമിഴ്നാട് പ്രസിഡന്റ് വേണു മണലുവയൽ, വിജയൻ ചെറുകുന്ന്, രാജേഷ് മണപ്പാളി നേതൃത്വം നൽകിയിരുന്നു. നമ്മുടെ എല്ലാവർക്കും ഭക്തിയോടും മനഃശുദ്ധിയോടുകൂടിയും പ്രവേശിക്കാം. ഇന്ന് ഇവിടെ അതിനായി സ്വാഗതം പറയാൻ രജീഷ് പാലാപ്പള്ളിയെ ക്ഷണിക്കുന്നു. നമസ്കാരം, ഞാൻ രജീഷ് പാലാപ്പള്ളി, വയനാട് ജപ്തി സർവീസ് സൊസൈറ്റി തമിഴ്നാട് ഭാരതമായി സ്വാഗതം ചെയ്യുന്നു. ഇതിനും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാ അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നാളെ നമ്മുടെ സമുദായത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നമ്മുടെ ഗ്രന്ഥമായ രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത ഇത് എല്ലാ വീടുകളും ഉണ്ടെന്ന് കരുതുന്നു. ചിലർ വായിക്കുന്നുണ്ടാകും, ചിലർ കണ്ടിട്ടുണ്ടാവില്ല, ചിലർ തൊട്ടുപോയിട്ടുണ്ടാവില്ല. അതിന് നമ്മുടെ ഭഗവത്ഗീത നോർത്ത് ഇന്ത്യയിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. ഭഗവത്ഗീത അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ആ ട്രസ്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്ത ലിങ്കിൽ പോയി അപ്ലൈ ചെയ്ത ഭഗവത്ഗീത ഏത് ഭാഷയിൽ വേണമെങ്കിലും, മലയാളത്തിലോ തമിഴിലോ ഹിന്ദിയോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും 1 മാസത്തിന്റെ ഉള്ളിൽ അവര് നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിലോട്ട് കൊറിയർ അയച്ചു തരുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ ലിങ്കിൽ കയറുക, അഡ്രസ് ഏത് അഡ്രസ്സിലാണോ നമുക്ക് വരേണ്ടത് ആ അഡ്രസ് നമ്മൾ അതിൽ ഫില്ലപ്പ് ചെയ്യുക. ഒരു കണ്ടീഷനുള്ളൂ, നമ്മൾ ദിവസം 10 ഭഗവത്ഗീത മാത്രമേ അവർ തരുള്ളൂ. നമ്മൾ ആ ലിങ്ക് ഞാൻ ഈ കമന്റ് ബോക്സിൽ അയക്കാം. അല്ലെങ്കിൽ നാളെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും, അതിന് കമന്റ് ആയിട്ട് ഞാൻ തരാം. അപ്പോൾ എന്നെ ഏൽപ്പിച്ച് ഇതോടെ ദൗത്യം സ്വാഗതം ചെയ്യലാണ്. അപ്പൊ ഇന്ന് രാമായണം പാരായണത്തിനായി ശ്രീ ഗോവിന്ദൻ അവർകളെയും ശ്രീമതി വനജ അവർകളെയും ശ്രീ ഭാസ്കരൻ പാലപ്പള്ളി അവർകളെയും ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊള്ളുന്നു, സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ വിശദീകരണത്തിനായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി ശ്രീ അച്യുതൻ പട്ടിയമ്പത് അവർകളെയും ക്ഷണിച്ചുകൊള്ളുന്നു. അതിനുശേഷം നന്ദി പറയാനായി ശ്രുതി വിഷ്ണു മുതിരപ്പള്ളി അവർകളെയും ക്ഷണിച്ചുകൊള്ളുന്നു. ശേഷം സ്വാഗതം ചൊല്ലുന്നതിനായി നീരജ രജീഷ് അവർകളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ ഗണപതായ ജഗത്സ്വരൂപം പാദം ലക്ഷ്മണോപദേശം. ലക്ഷ്മണാനുരോധിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ ഗോപി വിനയായനതായി ചൊന്നാൽ മുക്തി മാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മനസാനന്ദം വരുമാനം ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരോടാനന്ദം ചെയ്തു വഴി പോലെ. കേട്ടാലുമെഞ്ചിലരിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പ ഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവാൻ നമ്മോടു പിന്നെ ജ്ഞാനസാധനമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമല്ലോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമുക്തി നേടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ. മായയാകുന്നതു നിർണയമതിന്നാലെ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു 2 രൂപം മായച്ചെന്നറിക സൗമിത്രേ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നു തന്നറികതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും. ലിംഗാദി ബ്രഹ്മാണ്ടമാമ വിദ്യാരൂപമതും സംഘാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും. ജ്ഞാനരോഗിണിയാകും വിജയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും
മായാകൽപ്പിതം പരമാത്മജൻ വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. രജോഖണ്ഡത്തിന്റെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കില്ലേല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിധം വിചാരിക്കില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം. ദേഹമായൊരു പഞ്ചഭൂത സഞ്ചയാമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയാദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാനിഷ്ഠലം നിരാമയൻ. ജീവാത്മാസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതോ നോക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല. രണ്ടുമൊന്നത്രേ നൂലും ഭേദമുണ്ടെന്നോ പറയുന്നതല്ലോ. മാനവും ദമ്പം ഹിംസ വക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായ സദാകാലം അന്യാക്ഷയവാദികളും സഹിച്ചു സമബുദ്ധ്യ അന്യൂഭാവവും അകലെ കളഞ്ഞനുദിനം. ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കിട്ട് മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിക്കാതെ ജനനജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അഹങ്കാരത്തെ സമഭാവനയോടും സർവാത്മാവാകുമെങ്കൽ ഉറച്ച മനസ്സോടും സർവദാ രാമനാമയത്യമിത ജപത്തോടും പുത്രധാരാത്യാദിഷു നിസ്നേഹത്വവും ചെയ്തു സത്യവും എങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോട് സന്തുഷ്ടനായി ഗൂഢശുദ്ധസ്ഥലീണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടു വേഗാന്തേ പരമാത്മജ്ഞാനവൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനെ സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിലുറച്ചു സമഞ്ഞിടും. മനസ്സേ വികൽപ്പങ്ങളേതുമേ ഉണ്ടാവില്ല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേട്ടതുവെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം മാനസാദികളൊന്നുമിവത്തിൽ നിന്നുമേലെ മനമില്ലാതെ പരമാത്മാവ് ഇതാത്മാവ് ശുദ്ധ അവ്യക്തം ബുധം യത്പദാത്മാനാനിക ത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാൻ ഭാസ്കരൻ പാലാപ്പള്ളി, പാരായണിൽ നിന്ന് കേരവതം. ഹരിശ്രീ ഗണപതായ നമഃ. ശ്രീ ഗുരുവേ നമഃ. രാക്ഷസപ്രവരനായി ദിനാകരൻ മുമ്പിൽ പക്ഷമറ്റ വേനിയിൽ പർവ്വതം വീണ പോലെ മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി തെളിനാനാശൂകരൻ മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ച തത്ര ചൊല്ലാരെന്നോ എത്രയും തീർത്തുമേറ്റം വിറച്ചതറി സകക്കഥ നാട്യപൂണ്ടോർത്തു വൃത്യ തൊലിനാളവേളപ്പോൾ ഭക്തന്മാർ ദശരഥ പുത്രന്മാരിരുവരും
ഉത്തമ എത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരൻ അവർക്കു നാമൊരു കാമിനിയുണ്ടു കൂടെ സീതയെന്നവർക്കു പേർ അഗ്രജൻ യോഗത്താൽ ഉഗ്രനാമവരജൻ തെക്കന ഛേദിച്ചിതോ ജാതികളെല്ലാം സൂര്യനായിടും അവരെ കൊല ചെയ്തു ചോര നൽകുകാതാകം തിരുമാറിനിക്കിപ്പോ പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കി ഇച്ചവന്നീടും ചേരാമറിഞ്ഞാലും എന്നിവ കേട്ടുകരൻ കോപത്തോട് ചെയ്താൻ തൊന്നയാമേറെയുള്ള മനുഷ്യാതമന്മാരെ കൊന്നവൾ ഭഗീനിക്കു കൊടുക്കണ എന്നീനാശോപതി 4 പേർ പോകാൻ നിങ്ങൾ ഈ കൂടെ ചെന്നു കാട്ടി എന്നാലിവ രാകുതം വരുത്തിയിടും മടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ കരേനേറ്റ ഉന്നതന്മാരാം പതി രാക്ഷസേനയും പാരാതി പലവിധ മൈതങ്ങളുമായി കൃതന്മാരാത്തോ വിളിച്ചുദ്ധരന്മാരാ ചെന്നു യുദ്ധസന്നദ്ധന്മാരായതു നേരം ബദ്ധവൈരണാപതി 4 പേരും ഒരുമിച്ചു ശസ്ത്രകം പ്രയോഗിച്ച മിത്രഗോത്രോത്മോത്തമൻ രാമൻ ശത്രുക്കളയച്ചൊരു ശസ്ത്രകം വരും നേരം പ്രത്യേകം ഓരോ തരം ഗണ്ണിച്ചുടൻ പ്രത്യാർത്ഥി ജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൽ ചൂർപ്പണകയോ മതോ കണ്ടു പേടിച്ചോ മണ്ടി ബാഷ്പവും തൂകീകരൻ വീണലറിനാൻ എങ്ങു പോയി കളഞ്ഞതോ നിന്നോടു കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 വരും ചൊല്ലി അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ട് ഇങ്ങനെ വരാതെ വണ്ണം പോയാത്ത കോട്ടവർ എന്ന് ശൂർപ്പണകയും ചൊല്ലിനാളതു കേട്ടു വന്ന കോപത്താൽ കരൻ ചൊല്ലിനാനതു നേരം നിശാചർ 14,000 ശീലസും വരണം കരേനവും ചൊന്നതു കേട്ട നേരം സൂര്യനാം ത്രിശീലസും പടയും പുറപ്പെട്ടു വീരനാം ഖരനും നട കൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്തോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ഡം രക്ഷോബലം. നമ്മുടെ മഹാഭാരതത്തില് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം വ്യാസൻ എഴുതാത്തതിന്റെ ദുഃഖം നാരദമഹർഷി പറഞ്ഞിട്ടാണ് മനസ്സിലായി ഏത് ഭാഗമാണ്. മഹാഭാരതേ മധ്യേ മഹാഭാരതം അദ്വൈതാമൃത വർഷിണി ഭഗവത്ഗീതയെ ഭഗവദ്വേഷിണി. മഹാഭാരതത്തിലെ മധ്യഭാഗത്തു നിന്നാണ് ഭഗവത്ഗീത രൂപപ്പെട്ടത്. അതുപോലെ രാമായണത്തിന്റെ പരമപ്രധാനമായ ഒരു ഭാഗമാണ് 11ാം ദിവസത്തെ ലക്ഷ്മണോപദേശം. അതുപോലെ തന്നെ വേറെ അതിലും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന നമ്മുടെ വാൽമീകിയുടെ പൂർവാശ്രമം. ഈ കഥാതന്തുവിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ രാമായണം, ആധ്യാത്മിക രാമായണം നമ്മുടെ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള കാരണം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. 1500-600 നൂറ്റാണ്ടിന്റെ ഇടയ്ക്കാണ് പൂജനീയ തുഞ്ചത്തെഴുത്തച്ഛൻ രാമായണം, ആധ്യാത്മിക രാമായണം
രചിക്കപ്പെട്ടത് എന്നാണ് നമ്മുടെ വിശ്വാസം, ഏകദേശ ഒരു വിശ്വാസം. അതിന് ഇന്ന് പ്രധാന ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ പറയാൻ കാരണം, ഈ നമ്മുടെ വയനാട് ജഡ്ജിമാരുടെ ഇടയിൽ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു പ്രധാന ഗ്രന്ഥങ്ങള് എന്നും സൂക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം നമുക്ക് പ്രത്യേകം ഓർമ്മിക്കേണ്ടതുള്ളതുകൊണ്ട്, എല്ലാ വയനാട് ചെട്ടിമാര ഗൃഹങ്ങളിലും ആദ്യ കാലഘട്ടങ്ങളിൽ രാമായണം ഉണ്ടായിരുന്നു. ആ രാമായണത്തിലൂടെയാണ് എല്ലാ കുലാചാരങ്ങളും കുലധർമ്മങ്ങളും പരിപോഷിക്കപ്പെടുന്നതിനും ഈശ്വരീയ ധർമ്മം ഞാൻ സ്വയം ഈശ്വരനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴും കൃഷിക്ക് പോകുമ്പോഴും ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന രാമനാമം ജപിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. എന്തുകൊണ്ട് കുറച്ച് കാലഘട്ടങ്ങളിടയിൽ ഈശ്വരീയമായ ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന നമ്മുടേതായിട്ടുള്ള വയനാടൻ ചെട്ടിമാരുടേതായിട്ടുള്ള ആ ഈശ്വര വിശ്വാസത്തോടുകൂടി എല്ലാം സമർപ്പിച്ച് അധ്വാനം ആരാധനയായി കരുതിയിരുന്ന ഒരു സമൂഹം ഇന്ന് രാമമന്ത്രത്തിന്റെയും രാമായണത്തിന്റെയും പ്രസക്തിയിൽ നിന്ന് മാറി നിന്നതിന്റെ ചില പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് വയനാടൻ ചെട്ടി സമുദായം തമിഴ്നാട് ഘടകവും വനിതാ വേദിയും ഏറ്റെടുത്തത് ഒരു ഭക്തി പ്രസ്ഥാനത്തിന്റെ തുടക്കം എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് പറയാൻ കാരണം, തുഞ്ചത്തെഴുത്തച്ഛൻ വാൽമീകി രാമായണം നിലവില് ലോകമാകമാനം പടർന്നു പന്തിരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എങ്കിലും 1500, 1600 കാലഘട്ടത്തിലാണ് നമ്മുടെ വാസ്കോഡി ഗാമ കേരളത്തിൽ കാലുകുത്തി. രണ്ടു വാക്കിൽ ഇത് ചുരുക്കി നമ്മുടെ കഥാതന്തുവിലേക്ക് ഞാൻ വരാം. വാസ്കോഡി ഗാമ ഈ കാലഘട്ടത്തില് കാലുകുത്തിയ സമയത്ത് നമ്മുടെ ഇരുണ്ട അധ്യായം, കേരളത്തിലെ ഇരുണ്ട അധ്യായം എന്നുകൂടി അറിയപ്പെട്ടിരുന്നു. കാരണം അവർ കാലുകുത്തിയ സമയത്ത് അവർ മതപരിവർത്തനത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത്. ആ മതപരിവർത്തനം ഊന്നൽ കൊടുക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ ആളുകളെയൊക്കെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ, സ്ത്രീകളെ, അതുപോലെ തന്നെ സമ്പത്തുള്ളവരെയൊക്കെ തട്ടിക്കൊണ്ടുപോവുകയും അവരെ അവരുടേതായിട്ടുള്ള അടിമ സ്വഭാവത്തിലേക്ക് കാണുകയും നമ്മുടെ ധാന്യങ്ങളും നമ്മുടെ കുരുമുളക് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ അവർ കൊണ്ടുപോയി നമ്മുടെ ക്രിസ്ത്യ മതത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. ഗുരുവായൂരിന്റെ അടുത്ത് ചാവക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലം എല്ലാവർക്കും അറിയാം. അത് ശരിക്കും ചാവക്കാട് എന്നാ പറയുക. അപ്പോൾ നമ്മുടെ അധ്യാത്മ വിഷയത്തിലേക്ക് വരുമ്പോൾ ഞാനത് പറയുമ്പോൾ തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ വിഷയം ചാവക്കാടാണ്. ശരിക്കും ബ്രാഹ്മണരൊക്കെ തട്ടിക്കൊണ്ടുപോയി അവരെ ക്രിസ്ത്യ മതപ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമായിരുന്നു 1500, 1600 കാലഘട്ടം. അങ്ങനെ അത് ആ ബ്രാഹ്മണരൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയതിന്റെ കാരണമുള്ള ചാവക്കാട് എന്നുള്ളത് ചാവക്കാടായി. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഭക്തി ഇത് ജനങ്ങൾക്ക് ആകർഷിതരാകാൻ പറ്റാതെ നമ്മുടെ അവരുടേതായിട്ടുള്ള ആ വിശ്വാസം, അത് ഭൗതികമായ സാഹചര്യത്തിൽ വിശ്വസിക്കുന്ന കുറെ ആളുകൾ അവരുടെ ഭീഷണിയിലും നമ്മുടെ വിശ്വാസക്കുറവിലൊക്കെ അവരിൽ പോയി. ആ സമയത്താണ് നാട്ടുരാജാക്കന്മാരുടെയും നമ്മുടെ ഈ സനാതന ധർമ്മം പരിപോഷിക്കപ്പെടണമെന്ന വിശ്വാസത്തോടുകൂടി തുഞ്ചത്തെഴുത്തച്ഛൻ നമ്മുടെ പ്രധാനമായി അന്നത്തെ നാട്ടുരാജാക്കന്മാർ കണ്ട് ആധ്യാത്മിക രാമായണം എന്ന് പറയുന്ന ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. ആ ഭക്തി പ്രസ്ഥാനത്തിലൂടെ പ്രധാനമായിട്ട് എന്താണ്, രാമനിലൂടെ മാത്രമാണ് സ്വശരീരം സ്വധർമ്മം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തിയിൽ ആറാടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി, അതായത് ശാരീരിക പൈതൽ ദാനം വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ തുടങ്ങിയ ശാരീരിക പൈതലായിട്ടുള്ള ആ പിഞ്ചു കുട്ടിയെ എന്നുള്ള ധാരണയിൽ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ശ്രീരാമന്റെ ആ രാമമന്ത്രത്തിലൂടെ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വന്നു. നമ്മുടെ ഭാരതത്തില് നമ്മുടെ വൈദേശികപരമായിട്ടുള്ള ആ ഭരണത്തിന്റെ ഒരു കീഴ്പ്പെട്ടുകൊണ്ട് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ മാറി 1947 കാലഘട്ടം മുതൽ കുറെ കാലങ്ങൾ ഈ രാജ്യത്തിനെ ഭരിച്ച രാഷ്ട്രീയമായിട്ട് പറയുന്ന രാജ്യത്തിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആളുകൾ നമ്മളെ മൂല്യച്യുതി വന്നപ്പോഴാണ് നമ്മുടെ ഗോവിന്ദാചാര്യ പരമോജ RSSന്റെ നേതാവായിട്ടുള്ള ശ്രീ ഗോവിന്ദാചാര്യ അദ്വാനിജിയുടെ നേതൃത്വത്തിലൊക്കെ നമ്മുടെ രാമരഥം ഭാരതത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ആ രാമരഥത്തിലൂടെയാണ് വീണ്ടും ഭാരതത്തിന്റെ സംസ്കാരം നമ്മൾ പിടിച്ചിരുന്നത്. ലോകത്തിന്റെ പരമോന്നത ആധ്യാത്മ രംഗത്തിൽ ലോക നേതാവ് നമ്മൾക്ക് അറിയപ്പെടാൻ സാധിച്ചത്. അപ്പൊ ഏതായാലും കഥയിലേക്ക് ഞാൻ വരികയാണ്. അപ്പോ ഈ നമ്മുടെ വയനാട് ചെട്ടി സമുദായം ഈ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൈത്യം ഈശ്വരീയ ദൗത്യമാണ്. ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ ഒരു രാമായണ പാരായണം കർക്കിടക മാസത്തിൽ നടത്തണം എന്നുള്ള നിശ്ചയമല്ല. അതിന് പരിശ്രമിച്ചിട്ടുള്ളത്
അതായത് തത്വം, നീ തന്നെയാണ്, ഞാൻ തന്നെയാണ് ഈശ്വരധർമ്മം ചെയ്യേണ്ടത്, ഞാൻ തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സഹോദരന്മാര് ഇത് ഏറ്റെടുത്തത് ഒരു ഈശ്വരീയ ധർമ്മമാണ്, രാമമന്ത്രമാണ്. അപ്പൊ അതിന് ആദ്യമായിട്ട് നമ്മള് അവരൊക്കെ ഈ പുണ്യാക്കൾക്ക് അതായത് ഈ രാമമന്ത്രത്തിന്റെ പ്രസക്തി അതിനെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ദൗത്യം ഏറ്റെടുത്ത ആൾക്കാർക്ക് ആദ്യമായിട്ട് ഞാൻ അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ രാമായണത്തിന്റെ കഥാതന്തുവിലേക്ക് മാത്രം വരികയാണ്. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു, ഈ ഗീതോപദേശം, ഗീതയുടെ ഒരു വാക്ക് മാത്രം വായിച്ചാൽ മതി, എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയുന്നത് പോലെ രാമമന്ത്രത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം കണ്ടാൽ മതി. അതില് ഒരു കുടുംബം എങ്ങനെയാവണം, ആ കുടുംബത്തിലേക്ക് കൂടി പോകുമ്പോൾ ദുഷ്ടശക്തികളെ എങ്ങനെയാണ് നിഗ്രഹിക്കേണ്ടത്, ആ നിഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ എന്തിനാണ് അവരെ നിഗ്രഹിച്ചത്, ആ നിഗ്രഹിക്കാൻ അവകാശം എനിക്കില്ല, ഞാൻ തന്നെയാണ് അവൻ. അതായത് അണ്ണാറ കണ്ണം പോലും അങ്ങ് ഏറ്റവും വലിയ രാക്ഷസനായിട്ടുള്ള രാവണൻ പോലും ഞാൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ഭൗതിക ശരീരത്തിന് മാത്രമേ എനിക്ക് നീക്കം ചെയ്യാൻ അവകാശമുള്ളൂ. ആ ശരീരത്തിലെ ആത്മാവിനെ, ഞാനെന്നുള്ള ആത്മാവിനെ നശിപ്പിക്കാൻ എനിക്ക് അവകാശമില്ല എന്നാണ് പരിപൂർണമായിട്ട് അതിലേക്ക് പോകുന്നത്. ഏതായാലും ലക്ഷ്മണോപദേശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ലക്ഷ്മണോപദേശത്തിന്റെ ആദ്യഭാഗങ്ങൾ നമ്മൾ വായിച്ചു. പക്ഷെ എന്തുകൊണ്ടോ അതിന്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗങ്ങളിൽ നമുക്കത് തുടർച്ചയായിട്ട് ഭാഗം സാധിച്ചില്ല. അപ്പൊ എന്തു തന്നെയായാലും പരിപൂർണമായിട്ട് നമ്മുടെ സമയക്കുറവ് ഉള്ളത് കൊണ്ട് അധികം അധികരിച്ചു ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് നമ്മുടെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി പിടിച്ച ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു കൗൺസിലിംഗ് സെന്ററിലേക്ക് പോകുന്നത് പോലെയാണ് ലക്ഷ്മണൻ ശ്രീരാമന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ലക്ഷ്മണനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ലക്ഷ്മണനെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കനാണ്, അതായത് വിനയാന്വിതനാണ്, ലക്ഷ്മണാന്വിതനാണ്. ആ ഒരു ലക്ഷ്മണൻ ഒരു വലിയ കുടുംബത്തിലാണ് ജീവിച്ചിരുന്നത്. അതായത് ഭരതൻ, ശത്രുഘ്നൻ, ലക്ഷ്മണൻ, അവരുടെ അമ്മമാര്, അച്ഛൻ, രാജ്യം, അവരുടെ കൃഷി തുല്യരായിട്ടുള്ള സേവകം, തുല്യരായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഈശ്വര സ്വരൂപങ്ങളായിട്ടുള്ള ചുറ്റുവട്ടുള്ളവര്, അവരുടെ രാജാവിന്റെ പൈതൃകം, രാജാവിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ള ഒരു ലോകത്താണ് ജീവിച്ചത്. വെറും ശാന്തമായിട്ടുള്ള ഒരു പ്രദേശത്ത്, അയോധ്യ പറഞ്ഞ യോദ്ധാക്കളില്ലാത്ത ഒരു പ്രദേശമാണ്. അപ്പോ ആ സമയത്താണ് പെട്ടെന്ന് ആ കളിചിരിയോടുകൂടി പരസ്പര ഈശ്വര സ്വരൂപത്തോടുകൂടി വസിച്ചിരുന്ന ഒരു പ്രദേശത്ത് ഒരു രാജാവ് ഒരു കുടുംബത്ത് പെട്ടെന്ന് അധികാരത്തിന്റെ ആ ഒരു സ്വരം വന്ന് ആ കുടുംബം ചിന്ന ഭിന്നമാവുകയാണ്. അപ്പോഴാണ് ലക്ഷ്മണന്റെ വൈബ്രേഷൻ വരിക, ബുദ്ധിക്ക് ഒരു വൈബ്രേഷൻ വരികയാണ്. അതായത് ഞാൻ ആരൊക്കെ സ്നേഹിച്ചു, എന്റെ അമ്മമാരെ സ്നേഹിച്ചു, അമ്മമാർക്ക് എനിക്ക് കിട്ടിയ ഗുണം എന്താണ്, എന്റെ സഹോദരനെ ആ രാജ്യം ഭരിക്കുന്നതിന് പോലും തടസ്സം ഉണ്ടാക്കി. അതുപോലെ തന്നെ എന്റെ അമ്മ അതിന് കൂട്ടുനിന്നു, എന്റെ അമ്മയുടെ തോഴി അതിന് കൂട്ടുനിന്നു, എന്റെ അച്ഛൻ അതിന് കൂട്ടുനിന്നു. അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് എന്നുള്ള തോന്നൽ ലക്ഷ്മണനുണ്ടായി. ഇത് നമ്മുടെ കുടുംബത്തിലെ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് നമ്മുടെ വീട്ടിലെ ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ അയൽവാസികൾ, അതായത് 5 കുട്ടികൾ കളിക്കാൻ വരണമെങ്കിൽ തന്നെ കുടുംബത്തിൽ എന്ന് കലഹമുണ്ടാക്കുന്ന വീട്ടിൽ കുട്ടികൾ പോലും കളിക്കാൻ വരില്ല, അല്ലെങ്കിൽ എന്ന് കലഹമുള്ള വീട്ടിൽ. അപ്പൊ അത്തരത്തിലുള്ള നിഷ്കളങ്ക ഭാവത്തോടുകൂടിയ വിനായകനായ ലക്ഷ്മണന് ആ ഒരു ഏട്ടന് വനവാസത്തിന് പോകേണ്ടി വന്നു. പിന്നെ അച്ഛനും അമ്മയും കുടുംബം ചിന്നഭിന്നായി. ആ ഒരു മാനസിക വിഭ്രാന്തി തിരുത്തുന്നത്, ആ മാനസിക വിഭ്രാന്തി ലക്ഷ്മണൻ വാൽമീകി രാമായണ ചെറുപ്പം ജീവത്യാഗം പോലും ചെയ്യാൻ ലക്ഷ്മണൻ തയ്യാറായിരുന്നു. കാരണം ഈ ലോകത്ത് എനിക്ക് ജീവിക്കുന്നതിന് അർത്ഥമില്ല, കാരണം ഈ വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് ഒരവസ്ഥ വരെ വാൽമീകി രാമായണത്തിനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വിഭ്രമം മാറ്റുന്നതിന് വേണ്ടി മനസ്സുമായിട്ട് ശ്രീരാമന്റെ ഒപ്പം നടക്കുന്നുണ്ടെങ്കിലും അവസാനം ശ്രീരാമദേവൻ സ്വന്തം ജ്യേഷ്ഠൻ അനവധി കാര്യങ്ങൾ മുമ്പിൽ കാട്ടുന്നുണ്ട്. ഈശ്വര സ്വരൂപമാണ്, ഈശ്വരനോട് ചോദിച്ചാൽ എനിക്ക് മറുപടി കിട്ടും എന്നുള്ള നിലയ്ക്കാണ് ലക്ഷ്മണൻ ശ്രീരാമനോട് ജ്യേഷ്ഠനോട് ചോദിക്കുന്ന, ഏട്ടാ ഞാൻ വിഭ്രമം ബാധിച്ചവനായി കിടക്കുന്നു, എനിക്ക് ഉപദേശം തരണം, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെന്ററിൽ പോയിട്ട് പറഞ്ഞു എനിക്ക് ഉപദേശം തരണം, ആ ഉപദേശം എന്നെ നന്മയിലേക്ക് നയിക്കും ജ്യേഷ്ഠനിലൂടെ എന്നെനിക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ട് എന്ന് ശ്രീരാമനോട് ചോദിക്കുകയാണ് ലക്ഷ്മണൻ. അതാണ്
ലക്ഷ്മണോപദേശം. കാരണം ഇന്ന് നമ്മുടെ ജ്യേഷ്ഠന്മാരായിട്ടുള്ള ആളുകള്, സഹോദരന്മാരായിട്ടുള്ള ആളുകള് ശരിക്കുള്ള തെറ്റായ വഴിയിലേക്ക് കുട്ടികളെ വൈബ്രേഷൻ, അതായത് കുടുംബകലം ഉണ്ടാകുമ്പോൾ, സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവനെ നമ്മളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ എന്തുകൊണ്ട് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ നീ മദ്യത്തിന് മയക്കുമരുന്ന് അടിമപ്പെട്ടവരാണ്, നീ അവനെ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് പറഞ്ഞ് അവനെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ അവന് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഒരു സംവിധാനം ഒരുക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ലക്ഷ്മണൻ ശ്രീരാമൻ ഒരുക്കിക്കൊടുക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് കുട്ടികൾ ഇങ്ങനെ അന്തമില്ലാതെ നടക്കുമ്പോൾ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ, എന്റെ അയൽപക്കത്തെ കുട്ടിയുടെ കാരണം കൊണ്ടാണ് എന്റെ കുട്ടിക്ക് സംഭവിച്ചത്, എന്റെ കുട്ടി മാത്രമാണ് മാന്യമെന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ ഉള്ള ഈ സമയത്ത് ലക്ഷ്മണനോടുള്ള ശ്രീരാമ പ്രസക്തി വളരെ പ്രസക്തമാണ്. അതായത് ജ്ഞാന വിജ്ഞാന വൈരാഗ്യങ്ങൾ ഇതൊക്കെ തന്നെ ക്ഷണഭംഗുരാണ്, ഇതൊക്കെ ക്ഷണികമായിട്ടുള്ളതാണ്. അതിനൊക്കെ മാറ്റി നിന്നിലേക്ക് കടന്നു വരൂ. നീ എന്തിനാണ് ജനിച്ചത്? ജീവസ്വരൂപം, നിന്റെ സ്വരൂപം ഒക്കെ തന്നെ ഇല്ലാതാവും, അതൊരു മായയാണ്. മായാസ്വരൂപത്തെ മാറ്റി ഇതൊക്കെ സത്യമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് നീ തന്നെ, അഹം ബ്രഹ്മാസ്മി തത്വം, അത് തന്നെയാണ് നീ സ്വയം വരിക ഈശ്വര സ്വരൂപനായിട്ട്. ആമരം ഈമരം എന്ന് പറഞ്ഞ് വാൽമീകി പറഞ്ഞു, ആമരം ഈമരം, രാക്ഷസനായിട്ട് വാൽമീകി ആമരം ഈമരം എന്ന് പറഞ്ഞിട്ട് അവസാനം രാമനിലേക്ക് വന്നതുപോലെ നീ രാമസ്വരൂപത്തിലേക്ക് വന്ന് നീ തന്നെയാണ് ഈശ്വരൻ. ആ നീ തന്നെയാണ് പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കേണ്ടത്. ജ്ഞാന വിജ്ഞാന വൈരാഗ്യ ദോഷാദികളൊന്നും രൂപത്തെ ബാധിക്കരുത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്നിലേക്ക് നീ സമർപ്പിക്കുമ്പോ ഇതിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, അതായത് അന്യരായിട്ടുള്ള കൂട്ടുകെട്ട്, സത്സംഗ സ്വരൂപത്തോടുകൂടി നീ കടന്നു വരിക. നല്ല നല്ല കൂട്ടുകെട്ടിലേക്ക് നീ കടന്നു വന്നുള്ള നിന്റെ സ്വയം നിന്റെ മനസ്സിനെ കൊണ്ടുവരിക. അങ്ങനെ നീ ആത്മസ്വരൂപത്തിലേക്ക് പ്രാപിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ലക്ഷ്മണോപദേശത്തില്. ഇത് കൂടുതലൊന്നും നമുക്ക് പറയാനുള്ള ഒരു സാഹചര്യങ്ങളല്ല എങ്കിലും ലക്ഷ്മണോപദേശത്തിന്റെ പ്രസക്തി ഇതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്ന് ഈ നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത്, ആ എന്തിനു വേണ്ടി ജീവിച്ചു എന്നുള്ളതിന് വേണ്ടി നമ്മളെ ഈ ആത്മസ്വരൂപമായ ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനം എന്നുള്ള ആത്മാവും പരമാത്മാവും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇത് വേറെ വേറെയല്ല. അപ്പൊ നീ നിന്നിൽ തന്നെ ഈശ്വര സ്വരൂപമായി ചിന്തിച്ചുകൊണ്ട്, നീ തന്നെയാണ് രാമൻ എന്ന് ചിന്തിച്ചുകൊണ്ട് നീ മറ്റുള്ളവർക്ക് മാതൃകയാവുന്നത് കണ്ടുകൊണ്ട് തന്നെ നീ വളരണം. സംഘത്തോടുകൂടി നീ വളരണം. ക്ഷണഭങ്കുരമാണ് നിന്റെ ഭാര്യ, നിന്റെ കുട്ടികള്, നിന്റെ സ്വത്തുക്കള്, ഇതെല്ലാം ക്ഷണഭങ്കുരമാണ്, ക്ഷണികമാണ്. അതുകൊണ്ട് ഈ മായാസ്വരൂപം, മായായിട്ടുള്ള ഈ സങ്കല്പത്തിനെ മാറ്റിക്കൊണ്ട് ആത്മസ്വരൂപമായിട്ടുള്ള എന്നിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് ലക്ഷ്മണോപദേശത്തിന്റെ പ്രസക്തമായ ഭാഗം. ഇതാണ് ലക്ഷ്മണോപദേശത്തിൽ പ്രധാനമായിട്ടും ഈ ആധ്യാത്മികമായിട്ട് ഇതിൽ പറയാനുള്ള കാര്യം. അത് ലക്ഷ്മണോപദേശത്തിന്റെ ഈ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുമ്പോഴും രാമായണത്തിന്റെ മഹാഭാരതത്തിന്റെ മധ്യഭാഗത്തുനിന്ന് തന്നെ ഈ രാമായണത്തിന്റെ പ്രസക്തമായിട്ടുള്ള പ്രധാന ഭാഗങ്ങൾ തന്നെയാണ് ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് സങ്കല്പിക്കുന്ന ഒരു പ്രധാന ഭാഗം കൂടിയാണ് ഈ ലക്ഷ്മണോപദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആധ്യാത്മികമായിട്ടുള്ള വേദി ഒരുക്കി തന്നവരുടെ എല്ലാവരോടും പ്രാർത്ഥനയോടെ നമസ്കാരം. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഉദ്യമത്തിൽ നമുക്ക് പങ്കാളിയാവാനും അതുപോലെ തന്നെ അതിന്റെ ഒരു ഭാഗമായി തീരാനും സാധിച്ചു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം നമ്മളുടെ ഒരു രാമായണം എന്ന് പറയുന്നത് മാധുര്യവും മൂല്യവും കലർന്നിട്ടുള്ള ഒരു ഇതിഹാസ കഥ മാത്രമല്ല, അങ്ങനെ ഒരു നമുക്ക് നമ്മളുടെ പൂർവികർ തന്നിട്ടുള്ള വലിയൊരു പുസ്തകം തന്നെയാണ്. അപ്പൊ അതിലൂടെ നമ്മൾ ഇപ്പൊ വളരെയധികം കാര്യങ്ങളെ വിശകലനം ചെയ്തു ശ്രീ അച്യുതൻ മാസ്റ്റർ. അപ്പൊ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു. ഇതിൽ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ ജീവിതത്തെ പ്രതിപാദിക്കുന്ന നമ്മുടെ ജീവിത ശൈലികൾ എന്തൊക്കെയായിരിക്കണം എന്ന് പറയുന്ന നമ്മുടെ രാമായണം, അത് ഒരു ന്യൂനതമായ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് യുവതലമുറയെ ആകർഷിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മളുടെ വയനാടൻചെട്ടി സമുദായത്തിന് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഒരുപാട് ആളുകൾ ഈ രംഗത്തേക്ക് വരുന്നുണ്ട് എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മൂല്യച്യുതികളുണ്ട്. നമുക്കറിയാം, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, സമൂഹത്തിൽ ഉണ്ടാകുന്ന
വളരെയധികം നമ്മളിപ്പോ പത്രങ്ങളൊന്നും വായിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഈ രാമായണം പോലുള്ള നമ്മളുടെ ഇതിഹാസ കഥകളായി മാത്രം ചിത്രീകരിക്കാതെ അതിലേക്ക് നമ്മളുടെ നിത്യജീവിതത്തിലെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തലമുറയെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരും അതുപോലെ നന്മയുള്ളവരുമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈ ഒരു ഉദ്യമത്തിലൂടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് തന്നെ നമ്മളുടെ ഇങ്ങനെയൊരു ഉദ്യമം തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം സപ്പോർട്ടും നമ്മളുടെ ഒരുപാട് പിന്തുണയും തരുന്ന നമ്മളുടെ സ്വന്തം തമിഴ്നാട് സമിതി ഭാരവാഹികൾ, അതുപോലെ പ്രസിഡന്റ്, അതുപോലെ വനിതാവേദി ഈ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മളെ എല്ലാ പ്രാദേശിക സമിതികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ ഒരു ഉദ്യമം കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ തമിഴ്നാട് സമിതിയെയും അതുപോലെ വനിതാവേദിയെയും ഈ ഒരു അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ നമ്മളുടെ പാലാപ്പള്ളി സമിതിയിൽ ഈ ഒരു പരിപാടിയിലേക്ക് ചിട്ടയായുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരുന്നത് ശ്രീ രജീഷ് പാലാപ്പള്ളി അവരുകളാണ്. അദ്ദേഹത്തിനും നന്ദി പറയുകയാണ്. നമ്മളുടെ ഈ ഒരു പരിപാടിയിൽ സ്വാഗതം അർപ്പിച്ചത് ശ്രീമതി സജിത അവരുകളാണ്. അവർക്കും വളരെയധികം സ്നേഹത്തോടെ തന്നെ നന്ദി അർപ്പിക്കുകയാണ്. അടുത്തതായി നമ്മളുടെ പാരായണം നടത്തിയ ശ്രീ ഗോവിന്ദൻ മുതിരപ്പള്ളി, ശ്രീ ഭാസ്കരൻ പാലാപ്പള്ളി അവരുകൾ വളരെ വ്യക്തമായിട്ടും വളരെ അക്ഷരസ്ഫുടതയോടുകൂടിയൊക്കെ തന്നെ നമ്മൾക്ക് ഈ ഒരു പാരായണം നടത്താൻ വേണ്ടിയിട്ട് വളരെയധികം അവര് ശ്രമിച്ചിട്ടുണ്ട്. അവരെയും ഏറ്റവും സ്നേഹത്തോടെ തന്നെ നന്ദി അർപ്പിക്കുകയാണ്. നമ്മളുടെ ഈ പാരായണം ചെയ്തിട്ടുള്ള വരികളിലെ വിശകലനം നടത്തിയത് ശ്രീ അച്യുതൻ മാസ്റ്റർ അവരുകളാണ്. അദ്ദേഹവും നമ്മളുടെ വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെ നമ്മളുടെ ഈ തലമുറയും ബന്ധപ്പെടുത്തി സമൂഹത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഈ ഒരു രാമായണത്തെ ബന്ധപ്പെടുത്തി വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും നമ്മളുടെ സമിതിയുടെ പേരിലും എല്ലാം നന്ദി പറയുന്നു. ഇനി അടുത്ത ഒരു ഏകശ്ലോക രാമായണമുണ്ട്. ശ്രീമതി നീരജിയാണ്. അവർക്കും ഈ ഒരു വേളയിൽ നന്ദി അർപ്പിക്കുകയാണ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ നമ്മുടെ ഈ പരിപാടി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് നമ്മളുടെ ഒരു 70ന്റെ മേലെയൊക്കെ അംഗസംഖ്യ കണ്ടിരുന്നു നമ്മളുടെ ഈ ഗൂഗിൾ മീറ്റില്. അപ്പം വളരെ കേൾവിക്കാരുണ്ട് എന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ കേൾവിക്കാർക്കും നന്ദി പറയുകയാണ്. നമസ്കാരം, എന്റെ പേര് ധീരജ. ഞാനിവിടെ ശ്ലോകം ചൊല്ലുന്നതിനായിട്ട് വന്നിട്ടുള്ളത്. ഞാനിന്നിവിടെ ചൊല്ലാൻ പോകുന്ന ശ്ലോകം ഏകശ്ലോകി രാമായണം. അത് രാമായണത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണെന്നാണ് പറയുന്നത്. അതായത് രാമായണം മുഴുവൻ വായിക്കുന്നതിന് തുല്യമായിട്ടാണ് നമ്മൾ ഈ ശ്ലോകം കണക്കാക്കുന്നത്. ശ്ലോകം: പൂർവം രാമ തപോവനാദിഗമനം ഹത്വാമൃതം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതത്തി രാമായണം. ജയ് ശ്രീരാം.